ടൗണിൽ അനധികൃത കയ്യേറ്റങ്ങൾ തുടരുന്നു. തിരക്കേറിയ റോഡുകളിൽ താൽക്കാലിക കച്ചവടത്തിനായി സ്റ്റാളുകൾ ഉയരുമ്പോഴും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മൗനത്തിലാണ്. തൊടുപുഴ ടൗണിലെ നടപ്പാതകൾ കയ്യേറുന്നത് പതിവായിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുന്നതിൽ ദുരൂഹത. ഏറ്റവും ഒടുവിൽ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും മങ്ങാട്ടുകവലയിലേക്കുള്ള റോഡിൽ പെട്രോൾ പമ്പിന് സമീപമാണ് പെട്ടിക്കട ആരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഓരോ ദിവസവും ഓരോ ഭാഗം കൂട്ടി യോജിപ്പിച്ചാണ് താൽക്കാലിക കച്ചവടത്തിനുള്ള സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് കടന്നുപോകുവാൻ മാർഗമില്ലാത്ത റോഡിലാണ് ഓരോ ദിവസവും അനധികൃത കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാനം പിടിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചപ്പോൾ ഉടൻ ടെലിഫോണിൽ വിളിക്കുക എന്ന ഒരു നോട്ടീസ് ഇവിടെ പതിക്കുക മാത്രമാണ് ചെയ്തത്. ചില പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയും അനധികൃത കയ്യേറ്റങ്ങൾക്ക് പിന്നിൽ ഉള്ളതായി സൂചനയുണ്ട്. സ്ഥാപനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അവകാശമായി മാറുകയാണ്. തൊടുപുഴ പ്രസ് ക്ലബിന് സമീപം വീതി കുറഞ്ഞ റോഡിൽ തട്ടുകട പ്രവർത്തിക്കുന്നത് ഇതിന് ഒരു ഉദാഹരണം മാത്രം. വർഷങ്ങൾക്ക് മുൻപ് വാഹനങ്ങൾ കുറവായിരുന്ന കാലത്ത് തുടങ്ങിയ തട്ടുകട ഇപ്പോൾ തിരക്ക് വർദ്ധിപ്പിച്ചപ്പോഴും മാറ്റുവാൻ തയ്യാറല്ലാത്ത നിലപാടിലാണിവർ. ഇവർക്ക് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിന്തുണയുമുണ്ടത്രേ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.